വഴിന്ന് മാറോ. എന്നതാ ഉമ്മച്ചാ പ്രശ്നം? ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിലെടുത്ത എന്റെ അനിയനെ എനിക്ക് വിട്ടുകിട്ടണം. അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം ഞാൻ എടുത്തോളാം. ഓ, അത്രേ ഉള്ള കാര്യം. അവനെ തന്നെ ആടോ ഉമ്മച്ചാ എനിക്കും കിട്ടേണ്ടത്. അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു 4 റൗഡികൾ കൂട്ടുപ്രതികളുമായിട്ട് ഈ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും കേസല്ല, മർഡർ അറ്റംപ്റ്റ്, വധശ്രമം. അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ, അതായത് എന്നെ. അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കൽസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും. അവനെ ഞാൻ പൊക്കും. ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും. കാണണോ അതെനിക്ക്? സോളമ, എന്റെ അനിയന്റെ ജീവൻ കൊണ്ട് താൻ നാടാൻ കളിക്കില്ലേ? താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിലെടുക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവന്റെ കൂട്ടുകാർ. സത്യം പറ സോളമ, താൻ അവനെ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതോ കൊന്നു? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനെ താൻ ഇനി ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളും. തൽക്കാലം താൻ പോ. എല്ലാവരും പിരിഞ്ഞു പോണം. സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൊണ്ട് നിൽക്കരുത്. പോണം. സോളമ, ഡെന്നീസിനെ കിട്ടിയില്ലെങ്കിൽ ABS കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങാനൊന്നും ഉമ്മച്ച നിൽക്കത്തില്ല. ഞാനൊന്ന് കൈ പൊക്കിയാണ്ടല്ലോ, ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ഡെന്നീസ് എവിടെയുണ്ടെന്ന്. അടിച്ചിറക്കണോ എല്ലാത്തിനെ? ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു. സർവീസിലെ 9ാം വർഷത്തിൽ 14ാമത്തെ സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ. നീ പോ. സ്ഥലം മാറ്റം വാങ്ങിയോ, ജോലി വേണ്ടെന്ന് വെച്ചോ, ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും. ദാ ഇവിടെ എന്റെ കാൽ കീഴിൽ. കൊന്നു കുഴിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈകൊണ്ട് എന്നെ മാന്തി എടുപ്പിക്കും, എന്റെ ടെന്നീസിന്റെ അവശിഷ്ടമെങ്കിലും. ഓർമ്മ വെച്ചോ, ഉമ്മച്ചന പറയുന്നേ. നിന്നെ ഞാൻ വിടില്ലടാ, നായിന്റെ മോനെ. നീ ഒലത്തും. അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്കും. അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തൊടണമെങ്കിൽ ഉമ്മച്ച നീയൊക്കെ ഇനിയും ജനിക്കണം 36 ജന്മം. ഇത് SP ഓഫീസായി പോയി. എല്ലാവരിനെ ചവിട്ടി പരുപ്പെടുത്തേനെ ഞാൻ. Bastard. മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതയിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം. പിള്ള കുറെ കാലമായോ ഇവിടെ? ബാലരാമപുരത്ത് നിന്ന് സാറ് പോയതിനു ശേഷം ഒരു 1.5 മാസം കൂടി ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ നേരെ ഇങ്ങോട്ട്. ഒരു 3 കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ. സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ട്. പക്ഷെ ചിറ്റൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ?
ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ളേ. ശരിയാണ് സാർ. രണ്ടു കൊല്ലമായി കാണും റസാഖ് സാർ ഇവിടുന്ന് പോയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് അവർ എസ് ഐ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് കിട്ടിയതന്നെ ഇന്നലെ വൈകിട്ടാ. ഇല്ലെങ്കിൽ ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു. ക്വാർട്ടേഴ്സിന് എന്നാ പറ്റി? ഇപ്പൊ വീഴും നാളെ വീഴുമെന്ന പരുവത്തില് 5 കൊല്ലമായി കിടക്കുന്നു. അറ്റകുറ്റ പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക്. എവിടെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം. അവര് തന്നെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി തരും. അതിനെന്നാത്തിനാടോ പിള്ളേ പോലീസുകാര്? ഏതേലും 2 ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ? ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ? ഈ ബദിയെടുക്കാവുന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ. ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ. ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ ജോലിക്കാരും. ബദിയെടുക്കൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം. അതാരായി അറയ്ക്കൽ? എന്ത് ഹാജി? അബൂബക്കർ ഹാജി. മൂപ്പരി ഏരിയയിലെ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 10-3000 ഏക്കർ കശുവണ്ടി, പിന്നെ മറ്റു പല ബിസിനസ്സും. ബിസിനസ് എന്ന് പറഞ്ഞ മെയിൻ സ്മഗ്ലിങ്ങാ. ഇപ്പൊ കുറവാ, എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ. നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് തട്ടുകേടില്ലാതെ ജീവിച്ചു പോവാം. കേസുകളുടെ എണ്ണം കുറവ്, നമുക്ക് തലവേദനയില്ല. അതുപോലെ അവിടെ ആരാ താമസം? സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു അയൽക്കാരൻ. അത് ബാപ്പുട്ടിയുടെ വീടാ. വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി. അയാളുടെ ഭാര്യ ഒരു മോള് മാത്രം അവിടെ താമസം. മോള് ഇവിടുത്തെ ഒരു UP സ്കൂളിലെ ടീച്ചറാ. ഇപ്പോഴും കാണുന്നത് പോലെയല്ല. ഒരു 10-20 ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ അബൂബക്കർ ഹാജി വെറും അബൂബക്കറാ. വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പുട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് 4-4.5 കോടി രൂപയുടെ സ്മഗ്ലിംഗ് ഗുഡ്സ് കസ്റ്റംസുകാർ പിടിക്കുന്നത്. കൊഫെ പോസയിൽ അകത്ത് പോയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ മൂപ്പരൊരു വിവരക്കേട് ചെയ്തു. സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതി വെച്ചു. ബാപ്പുട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽ നായെ പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി. സംഗതി എന്തായാലും 8-9 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ മുതല് തിരിച്ചു കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്നതൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞ് മരിച്ചു. ആ ഉമ്മാടെയും മോളുടെയും സ്ഥിതി വലിയ കഷ്ട. വീടിപ്പോ ബാങ്കുകാർ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണെന്നാ പറയുന്നത്. Little cock of golden hue, Little cock of golden hue, with a shining yellow head, with a shining yellow head, at the music that you make. at the music that you make. ഹായ്, ഇതാരാ? ടീച്ചറുടെ കുഞ്ഞാമ്മനെ എപ്പോ വന്നു? ദാ ഇപ്പോ അതല്ല, മോൾ എറണാകുളത്ത് നിന്ന് എപ്പോ വന്നു എന്നാ ടീച്ചർ ചോദിച്ചത്. ഇന്നലെയാ വന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അവൾക്ക് പറ്റില്ല, ഇന്ന് എന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ. മോളെ കാണാണ്ട് ടീച്ചർ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ? ഇപ്പൊ ടീച്ചറിന് സന്തോഷായി. മോൾ ഇനി എവിടെയും പോണ്ട, ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ. ദാ, മോളി ചെല്ലേ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇനിയും തിരിച്ച് മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ പോണോ? വേണം. 1 മാസം ഇടവിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി. നീ ഒന്നും പേടിക്കാനില്ലെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. പഠിച്ചു മാത്രമല്ല, പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമിനന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക? 2 ലക്ഷം ഉറുപ്പിയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയിൽ. അതിനും കൂടി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴാ എന്റെ മോള്. സാരമില്ല ഐഷാത്ത, ആരും ഇല്ലാത്തവരുടെ കൂടിയാ പഠിച്ചോണ്ടുണ്ടാവുക. ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ. എന്താടാ ബഷീറെ, നീ എവിടെന്നെങ്കിലും ഓടിക്കതിച്ചിട്ട്? ടീച്ചറിനെ പെട്ടെന്ന് പോരേ ചെല്ലാൻ പറഞ്ഞ സൈനി താത്ത. അവിടെ ബാങ്കിൽ നിന്നാ പറഞ്ഞേ. ഒരാള് വന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല, ബാപ്പൂട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഞാൻ ശ്രമിക്കാം. ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ.
എന്താപ്പൊ അതിന്റെ ഉള്ളില്? എന്റെ വാപ്പച്ചിന്റെ കുറെ സക്കാത്ത് കണക്കുകളും കാര്യങ്ങളും അല്ലാണ്ട്. ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ ഉമ്മ. വാപ്പച്ച അന്നെടുത്ത് 8 ലക്ഷം രൂപയുടെ ലോണാ. ഇപ്പൊ പലിശേന്റെ പലിശയും കൂട്ടി 12,26,000 ഉറുപ്പിയായത്. അടുത്ത 2 ആഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി 2 ആഴ്ച. പഠിച്ചോ വിചാരിച്ചാ 2 ആഴ്ച വേണ്ട, 2 മിനിറ്റ് മതിയല്ലോ ഉമ്മ കാര്യങ്ങൾ നേരെയാവാൻ. ഞാനിപ്പോ ആലോചിക്കുന്നത് വേറൊരു കാര്യം ഉമ്മ. നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ? അത് വേണ്ട മോളെ, അനക്കറിയാത്തതല്ലോ. ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായത്. ഒക്കെ ശരിയാ ഉമ്മ. പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ, അയാളുടെ അവസ്ഥ എന്താ? എല്ലാം അയാൾ എടുത്തോട്ടെ. വാപ്പച്ച ചതിച്ച അയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ 12 ലക്ഷം രൂപ. അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സ് അയാൾക്കുണ്ടായ ഉമ്മ എന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ? പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ ആ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ? സൈനത്തല്ലേ? ആ, അബൂബക്കർ മുതലാളിയില്ലേ ഇവിടെ? മുതലാളി അല്ല, ഇതാരാ ഇത്? ഇത്താത്ത എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കരിവരി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇത് അന്യന്റെ വീടാ? നദിയ, വാമോളെ, ഒന്ന് കണ്ടിട്ടും മിണ്ടിയിട്ടും കാലം എത്രയായി? വരി. ഒന്ന് വരണമെന്നോ കാണണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല. പറയാൻ ഇത്ര അടുത്ത, എന്നാലെന്താ, ഒരു 100 കൂട്ടം കാര്യങ്ങളല്ലേ. അല്ല, ഇത്താത്തയ്ക്കും ഇവൾക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാലോ. ആ, എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും മിണ്ടി ഇരിക്കാമെന്ന് പറഞ്ഞാ അത് തന്നെ ഒരു സന്തോഷമല്ലേ. ഉപ്പ, പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിക്ക്. പോകാടാ, പള്ളി കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് ഇനിയും പോവാം. പക്ഷേ ഇതങ്ങനെയാണോ? ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ ബാപ്പുട്ടിക്കായും. നീയും ഈ ഇരിക്കുന്ന നദിയമോളും രണ്ടും രണ്ടായിരുന്നില്ല ബാപ്പുട്ടിക്കായ്ക്കും എനക്കും. ആ, ഇരട്ടപ്പെട്ട മക്കളായിരുന്നു. പറയണ്ടാന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ആലോചിച്ചതാ. പക്ഷേ ഇപ്പൊ തോന്നുന്നു പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന്. ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിനുശേഷം ഉണ്ടായതൊക്കെ അറിയാലോ. അത് പോട്ടെ, ഇപ്പൊ പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു. വാപ്പച്ചിയുടെ ചികിത്സയ്ക്ക് മറ്റും വേണ്ടി എടുത്ത ലോണാണ്. ഇപ്പോ പലിശയടക്കം 12 ലക്ഷത്തിലധികം രൂപയുണ്ടെന്നാ പറഞ്ഞത്. എന്റെ വാപ്പച്ചി മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്. ആ വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബൂബക്കറെ. അബൂബക്കർ പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം. പഴയ കാര്യങ്ങളോ? ഏത് പഴയ കാര്യങ്ങള്? നാട്ടാരങ്ങനെ കഥകൾ പലതും മെനഞ്ഞുണ്ടാക്കിയെന്നുണ്ടാവും. അക്കഥകളൊന്നും ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. കഷ്ടപ്പാടാണ്, കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അറക്കൽ അബൂബക്കർക്ക്. ഇല്ലാത്ത പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ അതിന്റെ മറുപടി ഇങ്ങനെയല്ല പറയുക. ഇല്ല അബൂബക്കറെ, ഞങ്ങൾ അങ്ങനെ. വേണ്ടുമ്മ, ഞാൻ പറയാം. അബൂബക്കർ മുതലാളി, ഞങ്ങൾ വന്നത് പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനല്ല. നിങ്ങളെങ്ങനെ പേടിക്കുന്നുണ്ടാവും. കാരണം ആ പഴങ്കഥ വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എന്റെ ഉമ്മയും. അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ
അതിനുള്ള വഴി എനിക്കറിയാം. ഞാനത് ചെയ്യും. സമയമാകുമ്പോ. ഉമ്മ വാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോപ്പാ, പടിക്കപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം. വഴിന്ന് മാറി. ഇല്ലെങ്കിലോ? എടീ, മര്യാദക്കാണെങ്കിൽ ഒരു ജപ്തിയും വേണ്ടിവരില്ല. ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാൻ അറക്കിൽ അബൂബക്കർ ഹാജി ഒന്നും വേണ്ട. അയാളുടെ മോൻ വിചാരിച്ചാലും മതി. പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ആണുങ്ങളോ? വഴിയിലൂടെ പോകുന്ന 2 പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ്? അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ മടിക്കാത്ത നിന്റെ ബാപ്പ അബൂബക്കർ മുതലാളിയോ? നിനക്ക് കാണണോ? ആണുങ്ങൾ ആരാണെന്ന് നിനക്ക് കാണോടി? വിടടാ അവളെ. എന്റെ മോടെ കയ്യിൽ വിടാൻ. ഒരുപാട് ചിലച്ചാലുണ്ടല്ലോ, വെട്ടിയെറിഞ്ഞ് കടപ്പുറത്തെ കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര. മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാ. ഇല്ല സാർ, ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിങ്ങനെ വിട്ടാ ഏത് റൗഡിക്ക് നാളെ ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം. ഏത് വീട്ടിലും ഏത് അസമയത്തും കയറി ചെല്ലാം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ. എനിക്ക് പുതിയ SI ഒന്ന് കാണണം. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. യെസ്, ഞാനാണ് പുതിയ SI. എന്ത് പരാതിയാണേലും എന്നോട് പറയാം. അകത്തിരിക്കാം എന്റെ മുറിയില്. പിള്ളേ, സർ, ആ കംപ്ലൈന്റ് എന്റെ മുറിയിൽ എത്തിച്ചേക്കാം. യെസ് സർ. അറക്കൽ അബൂബക്കർ ഹാജി മകൻ ഷെറീഫ്. അവനെ ഞാൻ പൊക്കിക്കോളാം. അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി. പക്ഷെ അത് മാത്രം പോരല്ലോ. ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസിലൂടെ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ? പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സാർ. സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. അതെങ്കിലും ഒന്ന് ഒഴിവാക്കാനായാ. ഇതിനൊരു വഴി കാണിച്ചു തന്നാ പടച്ചോൻ അനുഗ്രഹിക്കും എന്റെ കുട്ടിയെ. പോലീസിനെ ഏൽപ്പിച്ച പണി പോലീസും പടച്ചോന്റെ പണി പടച്ചോനും ചെയ്യട്ടെ. എന്നാ ഉമ്മേമോളും ചെല്ല്. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിച്ചോളാം. എന്താടോ ഹബീബെ, പുരേന്റെ മുമ്പിൽ ഒരു പോലീസ് കാവല്? വല്ല സെർച്ചോ റെയ്ഡോ എന്തെങ്കിലും ആണോ? ഏയ് അതല്ല, സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുത്തിട്ട് ഇപ്പോ 3-4 ദിവസമായി. ആ, ഞാനും കേട്ടു. തെക്കനല്ലേ? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സോളമൻ ജോസഫ്. ആ, സമയം കിട്ടുമ്പോ ഒന്നിങ്ങോട്ട് കൂട്ടിക്കോ, ഒന്ന് പരിചയമായിക്കോട്ടെ. കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ സോളമൻ സാറ് പറഞ്ഞത് ഞാൻ മുതലാളിയോട് പറയുന്നതേ ഉള്ളൂ. ഒന്ന് സ്റ്റേഷൻ വരെ കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു. മുതലാളി സൗകര്യം പോലെ ഒന്നാവഴി വന്നാ മതി. എന്റെ കൂടെ ഇപ്പൊ വരണമെന്നില്ല. എടോ, കാര്യം എന്തായാലും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണം, ഒരു ചെക്കപ്പ്. ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ? ഒന്ന് അതുവരെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. ഞാൻ വന്നേക്കാം. വരണം മിസ്റ്റർ അബൂബക്കർ ഹാജി. ആളിത്ര എങ്ങായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇരിക്കണം. ഞാൻ അബൂബക്കർ ഹാജി അല്ല, ഷെരീഫാണ്. അബൂബക്കർ ഹാജിയുടെ മോൻ. മോന്? ആ, അതെന്നാ പണിയാ? മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാൻ ആളെ അയച്ചത്. ഉപ്പാക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ അയച്ചത്. അതെന്നാ പരിപാടിയാ? അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാകുന്നത്? ഈടോ, പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പ കിടക്കേണ്ടടുത്ത് വാപ്പ തന്നെ കിടക്കണം. മോൻ കിടന്നാ ശരിയാകത്തില്ല. അതുകൊണ്ട് താൻ ചെല്ല്, എന്നിട്ട് അങ്ങേരോട് ഇങ്ങ് വരാൻ പറ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ആ, ഇയാൾക്ക് ഈ ഏരിയ വലിയ പരിചയമില്ലാഞ്ഞിട്ടാ. പിള്ള സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക.
അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻ ഷെറീഫ്. 5-8 ബോഡി ഗാർഡുകളെ ചുറ്റും നിൽക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈ കയറി പിടിക്കാൻ മാത്രം ചങ്കറപ്പുള്ള ധീരൻ. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ പോ. എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ, അറയ്ക്കൽ അബൂബക്കർ ഹാജി അല്ല, ചത്തുപോയ അയാളുടെ വാപ്പയും വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും. സോളമൻ വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. മോൻ ചെല്ല്. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇനിയൊരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ്. ആ വരട്ടെ, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ലപ്പാ. ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം. കയ്യോ കാലോ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കും. അതിന് വലിയ സമയമൊന്നും വേണ്ട. ഞാൻ സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ ജോസഫ്. അറയ്ക്കൽ അബൂബക്കർ ഹാജി. ഞാൻ ഒരുപാട് കേട്ടു. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റി ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടുത്തെ ജീവിതത്തെ പറ്റി, ജനങ്ങളെ പറ്റി, ഈ ജനങ്ങൾക്കെല്ലാം എല്ലാമായ അബൂബക്കർ ഹാജിയെ പറ്റി. ക്ഷമിക്കണം, എന്റെ ഒരു നേച്ചറാ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത്. അതിനാ ഹബീബിനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത്. മുതലാളി വരികയില്ല എന്നുള്ള കാര്യം എനിക്ക് അച്ചട്ടല്ലയോ. പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ. പക്ഷേ പോരാ കേട്ടോ, ഇളകുമല്ല, പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. എന്തോന്ന് ഷെറീഫ് ഇത്? അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കറപ്പൊക്കെ. സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ. ഇളം വെയിൽ കൊണ്ടാ മതി വാടിപ്പോവാൻ. വരീൻ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ? എന്തും. ഒന്ന് കളയണ്ട സബ് ഇൻസ്പെക്ടറെ. ആ നരുന്ത് പോലത്തെ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുന്ന? ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചാ പോട്ടെ, നമുക്ക് നോക്കാന്നേ. ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല, അതിനേക്കാൾ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ. അവരുടെ എങ്ങാനും കയ്യിൽ ഇത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല, ചെവിതല കേട്ടാ മതി എന്നാവും മുതലാളിക്ക്. അവരാണ് ഇപ്പോഴേ ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക. അങ്ങനെ ഒരു പരാതിയും കൊണ്ട് പോണെങ്കിൽ തന്നെ അതിനെന്തേലും തെളിവോ കാര്യങ്ങളോ വേണ്ടേ? തെളിവില്ലെന്നാരാ പറഞ്ഞത്? നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ചിന്റെ കയ്യിലുണ്ട്. എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാണ്. പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട. നാറ്റിച്ച് കളയും എല്ലാം കൂടെ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ സാർ തന്നെ പറ. ഒന്നുകിൽ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ ഭീഷണി കൊണ്ട്. ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം. അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. മറ്റേ പണി തന്നെ നടക്കുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ രംഗം വിട്ടിട്ട് മതി. കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം. ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷേ ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ. അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും. അതെത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി. ഞാൻ സ്റ്റേഷനിലുണ്ടാവും. ഒരു തുക ഞാൻ കൊടുത്തയക്കും. ഇൻസ്പെക്ടർ എന്നോട് കണക്കൊന്നും പറയരുത്. കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ പണം എപ്പോഴും പണം തന്നെ. അവിടെ സെന്റിമെന്റ്സ് ഇല്ല, സ്നേഹവും ബന്ധവും ഒന്നുമില്ല. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത്. വരട്ടെ. കാശ് കൊടുക്കണോപ്പാ? ഇവൻ വേണം. കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട്.